ഞങ്ങളുടെ ഡേ 3 ആണ് സ്റ്റാർട്ട് ചെയ്തത്. 2 നൈറ്റിൻ്റെ സ്റ്റേ കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു. സമ്മിറ്റ് പോയിന്റ് കഴിഞ്ഞു, സുമോ വാട്ടർഫാൾ കണ്ടു, അതിൻ്റെ അപ്പുറത്ത് ക്യാമ്പ് ചെയ്തു. ദെൻ ടുഡേ മോർണിംഗ് വി സ്റ്റാർട്ടഡ്. രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ സോക്സിൻ്റെ ഉള്ളിലൊക്കെ വെച്ചിട്ട് ഫോൺ ചാർജ് ആവണില്ല. ഐഫോൺ വിൽ ചാർജ് ഓൺലി വെൻ ഇറ്റ് റീച്ചസ് ഇറ്റ്സ് ഒപ്റ്റിമൽ ടെമ്പറേച്ചർ എന്നൊക്കെ പറഞ്ഞ് വാണിംഗ് ഒക്കെ ആയിരുന്നു. അത് ഡ്രസ്സിൻ്റെ ഉള്ളിൽ വെച്ച് കുറച്ച് തണുപ്പൊക്കെ കളഞ്ഞതിന് ശേഷം ചാർജായി. സോ വി ആർ ലൈക്ക് ഇന്നും കൂടെ നിന്ന് നാളെ തിരിച്ചു പോകും. ആൾക്കാർ നടന്നെത്തുന്നുണ്ട്. 1 by 1 ആയിട്ട് നല്ല തണുപ്പുണ്ട്. -25 ഒക്കെ എത്തി തോന്നിട്ടുണ്ടല്ലേ. ഇന്നലത്തെ ക്യാമ്പ് സൈറ്റിൽ നിറച്ച ആൾക്കാരുണ്ടായിരുന്നു. ഭയങ്കര പാട്ടും കോശൊക്കെ ആയിരുന്നു. ഇന്ന് കുറേ ആൾക്കാർ പോകുന്നുണ്ട് സമോ ക്യാമ്പിങ്ങിന് വേണ്ടിയിട്ട്. ലീജ ഇതിനകത്തൊക്കെ ഞാൻ കോമഡി പാട്ട് ഇട്ടിട്ട് കേട്ടു കേട്ടോ. ശാന്തി ശാന്തിയോ. ഞങ്ങളുടെ പാട്ടും റീലും ഭക്ഷണവും ഒക്കെ കഴിഞ്ഞ് നടക്കാൻ തുടങ്ങി. പക്ഷേ നമ്മൾക്ക് റിവറിലേക്ക് കൂടെ നടക്കാൻ പറ്റാത്ത സ്ഥലത്ത് ഇങ്ങനെയുള്ള ഈ കുന്നുകുത്തായി നിൽക്കുന്ന പാറയുടെ അല്ലെങ്കിൽ മലേൻ്റെ സൈഡിലേക്കൂടെ ഇങ്ങനെ കല്ല് ഇങ്ങനെ വീഴാൻ നിൽക്കുന്ന പോലെ ഉണ്ടാവും. പക്ഷെ അതിന് ഒരു കയറൊക്കെ കെട്ടിയിട്ട് അതിലേക്കൂടെ വേണം നടക്കാം. കാരണം താഴെ കൂടെ നടന്നു പോകാനുള്ള ഒരു സ്ഥലത്ത് ചിലപ്പം വെള്ളം നന്നായിട്ട് ഫ്രീസ് ആയിട്ടുണ്ടാവില്ല. അപ്പം അല്ലെങ്കിൽ ഇങ്ങനെ നല്ല ഉറപ്പുള്ള ഐസ് ആയിരിക്കില്ല. അപ്പം നമ്മൾ ചവിട്ടിക്കഴിഞ്ഞാൽ അത് പൊട്ടും, വെള്ളത്തിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ചില സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടെയാണ് ഇങ്ങനെ മല കയറിയിട്ട് പോകേണ്ടി വരുന്നത്. ആ മലയാണെങ്കിൽ ഇങ്ങനെ കുന്നുകുത്താൻ പോലെ ഇരിക്കുന്നതായതുകൊണ്ട് കുറച്ച് നല്ല ബുദ്ധിമുട്ടാണ്. കാരണം ഒന്ന് നിരങ്ങി കഴിഞ്ഞാൽ നമ്മുടെ താഴെ വെള്ളത്തിലെത്തും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് നമ്മൾ മാത്രമല്ല, നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ആൾക്കാരും എല്ലാവരും അതിലൂടെയാണ് പോകുന്നത്. അപ്പം നമ്മളും അങ്ങോട്ടേക്ക് പോകുന്നവരും ഉണ്ടാവും, തിരിച്ചിങ്ങോട്ട് വരുന്നവരും ഉണ്ടാവും. പിന്നെ ഈ ബൂട്ട്സൊക്കെ ഇട്ടിട്ടുമാണല്ലോ, അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് പോകാൻ. പക്ഷെ അതിൻ്റെതായ ഒരു അഡ്വഞ്ചർ ആയിരുന്നു. അതിപ്പോൾ കൊണ്ടുപോകുന്ന ഇത്രയും വലിയ ലഗേജൊക്കെ അവരിങ്ങനെ കയറ്റി, കാരണം ഐസിലെ കൂടി ആകുമ്പോൾ അവരിങ്ങനെ വലിച്ച് വലിയ ഇതിൽ കൊണ്ടുപോകും. പക്ഷെ പുറത്തിടുമ്പോൾ അതിനെ വീണ്ടും എടുത്ത് പുറത്തിട്ട് കാണുന്നില്ല. ഐസിൽ പോകുന്ന പോർഷൻ പുറകിൽ കാണാം, ആ മരത്തിൻ്റെ ഒരു അതാണ് നിലത്തിടുക. ബാക്കിയുള്ളതിനെ ഇതിലേക്കൂടെ പോകാനാകുമ്പോൾ അത് അവരെടുത്ത് കഴുത്തിലേക്കൂടെ ഇടും. അങ്ങനെ എന്നിട്ടാണ് അത് പോകുന്നത്. ഈ ബ്ലൂ ഇങ്ങനെ കാണുന്നതാണ് നിലത്തേക്കൂടെ അത് ഉരുട്ടിക്കൊണ്ടു പോകുന്ന സാധനം. അപ്പോൾ അതിനകത്ത് ഗ്യാസ് സ്റ്റൗവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഗ്യാസ് സ്റ്റൗവിലാണെങ്കിലും മണ്ണെണ്ണ സ്റ്റൗവിലാണെങ്കിലും ഇവർ ഓരോ പ്രാവശ്യം അതിൽ നിന്ന് മണ്ണെണ്ണ തിരിച്ച് ആ ക്യാനിലാക്കിയിട്ട് ക്യാൻ കയ്യിൽ വേറെ തന്നെ പിടിക്കും. പിന്നെ ആ സ്റ്റൗ അങ്ങനെ തന്നെ കൊണ്ടുപോകും. കാരണം ഈ സ്റ്റൗവിന് ഇങ്ങനെയൊക്കെ പാക്ക് ചെയ്തിട്ടുള്ളത് കാരണം ആ സ്റ്റൗവിലേക്ക് മണ്ണെണ്ണ ഒഴിച്ചിട്ട് അങ്ങനെ തന്നെ പാക്ക് ചെയ്തിട്ട് ഇങ്ങനെയൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ഓരോ സ്ഥലത്തു നിന്നും ചായ വയ്ക്കാനാവുമ്പോൾ വീണ്ടും ആ സ്റ്റൗ എടുത്ത് വെച്ച് മണ്ണെണ്ണയൊക്കെ നിറച്ച് പിന്നെ ചായയൊക്കെ ഉണ്ടാക്കി വീണ്ടും അതിനെ തിരിച്ച് അതിനകത്ത് ഇട്ട് കൊണ്ടുപോകും. അങ്ങനെ ഭയങ്കര ശ്രമകരമായിട്ടുള്ള ജോലിയാണ് അവർക്ക്. ഈ ഓരോ സ്ഥലത്തു നിന്നും ടെൻറ്റ് കെട്ടുക, തിരിച്ച് ഇതാക്കുക, ഓരോ സ്ഥലത്തും ഇങ്ങനെ സെറ്റിൽ ചെയ്യുമ്പോഴുള്ള ആക്ടിവിറ്റീസും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. പക്ഷേ അതൊക്കെയാണ് ഈ ട്രക്കിൻ്റെ ഒരു രസം എന്നും വേണമെങ്കിൽ പറയും. അപ്പം ഞങ്ങളും ഇങ്ങനെ ഓരോരാളായിട്ട് അവിടുന്ന് ഇറങ്ങി അടുത്ത ദൂരത്തേക്ക് നടന്നു പോവാണ്. ഇതൊക്കെ ഒരു ലക്കാണ്. The chadar was just for us.
You remember that part and all our mountain area where full chadar was there? Chadar. We didn't cross that today. We crossed that. Yeah, we crossed there. That sandy part. ഞാൻ ABC അപ്പൊ ഫോട്ടോ എടുത്തിട്ട് ഞാൻ പറയായിരുന്നു ഷീബോട് പോന്നോളാന്ന്. ആ ABC ഇല്ലല്ലോ നിങ്ങൾ കഴിക്കാം. ഞാനത് വീഡിയോ भैया मेरे को बस उतना ही चाहिए, उतना ही चाहिए. Thank you. Really? ഇത് നമ്മുടെ ലഞ്ച് ബ്രേക്ക്. ഇവിടെ കുറച്ച് എനിക്ക് കുറച്ച്. താങ്ക് യു. ഞാൻ രാത്രി തീർക്കും. ഓരോ പ്രാവശ്യവും അതിനകത്ത് വെണ്ണ നിറയ്ക്കും, എന്നിട്ട് അത് വീണ്ടും കത്തിച്ച് ചായ വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ക്യാനിലേക്ക് തിരിച്ച് നിറയ്ക്കും. ഒക്കെ പാക്ക് ചെയ്തു. ഓരോ ചായ പോയിന്റിലും ലഞ്ച് പോയിന്റിലും എത്തുമ്പോൾ ഇത് തന്നെ പരിപാടി. സോ മച്ച് ഓഫ് എഫേർട്സ്. എൻറ്റയർ ഇത് ഫ്രോസൺ ലേക്കാണ്. ഇതിലെ കൂടിയാണ് നടന്ന് പോകുന്നത്. നമ്മൾ ഈ വശത്തും ഈ വശത്തും ഇത്ര വലിയ ഒരു റിവർ ഇങ്ങനെ ഫ്രീസ് ആവാന്നൊക്കെ പറഞ്ഞാ ഇറ്റ്സ് അമേസിങ്. ഇതിലെ കൂടിയാണ് ഇത്രയും കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് നടന്നു പോണേ. അങ്ങോളം ഫ്രോസൺ ആയി നിൽക്കുക. ഇത്ര വൈഡ് വിടത്തിലും ഇത്ര നീളത്തിലും. ഓ ഗോഡ്. പല തരത്തിലുള്ള ഐസ് ഫോർമേഷൻസ് ഒക്കെയാണ്. Bubbles inside the ice layer. ഒരു 10 മിനിറ്റ് കൂടെ. കണ്ടോ ഐസ് ഫോർമേഷൻ്റെ ഉള്ളിലുള്ള ലൈനായിട്ട് ഭയങ്കര ഡീപ്പാണ്. ഇതിങ്ങ് താഴെ വരെ കാണാൻ നമ്മൾ ശരിക്കും നോക്കുമ്പോൾ. ഇങ്ങനെ വലിയ ഐസ്, നല്ല ഐസിൻ്റെ സ്ലൈഡ്സ്. ഇതൊക്കെ വെള്ളം ഓവർഫ്ലോ ആയിട്ട് വൈറ്റ് കളറിൽ. താഴെയുള്ളത് ഡീപ്പ് ബ്ലൂയും ഇതിൻ്റെ മുകളിൽ വൈറ്റും. നല്ല തണുപ്പുണ്ട്. നമ്മൾ കുറച്ച് പേരും കൂടെ കഴിഞ്ഞാൽ ക്യാമ്പ് സൈറ്റിലെത്തും. ഇന്നത്തെ ക്യാമ്പ് സൈറ്റിൽ നിന്ന് 1 മണിക്കൂർ മുന്നേ അങ്ങോട്ട് പോകുമ്പോൾ. സോ ദാറ്റ് നെക്സ്റ്റ് ഡേ വി ഹാവ് ഓൺലി ലൈക്ക് 2.5 hours to walk, then finish. തണുപ്പ്. Ice everywhere. Hardly anybody walking. Very rare. So less people. അത് നന്നായി. ഞങ്ങളുടെ ഗ്രൂപ്പിലും കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അവരെ ഇന്നും പോകുന്നേ ഉള്ളൂ. ഞങ്ങൾ ഓൾറെഡി പോയി റിട്ടേൺ ആയി. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് ആൾക്കാരില്ല. ശാന്തി. മുഴുവൻ കല്ല് താഴെ വീണിട്ട് കാണാം. ഇങ്ങനെ മുകളിൽ നിന്ന് ഉരുണ്ട് അവിടെയൊക്കെ റോഡിൻ്റെ പണി നടക്കുകയാണ്. താഴെയൊക്കെ കല്ല് വീണ് കാണാം. എന്തൊരു കളറാ നോക്ക്. ആ ഐസിൻ്റെ ഉള്ളിൽ നിന്നാണ് വെള്ളം വരുന്നത്. അത് കുറേ ദൂരം മുന്നേ നിന്നായിരിക്കും ഉള്ളിലേക്ക് വരുന്നുണ്ടാവുക. കാരണം ഇവിടെയൊന്നും നമ്മൾ ഇങ്ങനൊരു വെള്ളത്തിൻ്റെ ഒരു സ്ഥലം കണ്ടേയില്ല. ഫുൾ ഐസായിരുന്നു. എവിടുന്നോ വരുന്ന അത് ഒഴുകി ഇതേ ഇവിടുന്ന് ഇങ്ങനെ പോവാ. അതിൻ്റെ മുകളിൽ കൂടെ ഐസ് ഇങ്ങനെ ഒലിച്ചു പോകുന്നതാണ്. ഭയങ്കര സ്ഥലം.
അവരെത്ര സ്പീഡിലാണ് ഐസിലേക്ക് കൂടെ ഇങ്ങനെ ഉരുട്ടിക്കൊണ്ടുവരുന്നുണ്ട്. അയ്യോ मेरे ऊपर मत करना, बचाओ बचाओ, कहाँ जाऊँ मैं? ए शिट, अയ്യോ വീണു, എനിക്ക് വയ്യ. लगा 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 ठीक है. അയാൾ ഇങ്ങോട്ട് വരാണ്ട് അങ്ങോട്ട് പോകാൻ വേണ്ടി നോക്കിയത്. അത് അവിടുന്ന് ഈശ്വരാ ഇത് വരുമ്പോൾ ഞാനിനി അങ്ങോട്ട് പോകും. അങ്ങോട്ട് പോയി ഞാൻ വെള്ളത്തിൽ കയറി, ഞാൻ ഇങ്ങോട്ട് പോവാം. അതെന്താണെന്നറിയോ, നമുക്കിപ്പോൾ പെട്ടെന്നത് വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കാനൊന്നും പറ്റില്ല. കാരണം നമ്മൾ നിന്നെടുക്കുന്ന ഒരു കാലെടുത്ത് മാറ്റുമ്പോഴേക്കും ചിലപ്പോൾ നമ്മൾ തന്നെ സ്ലിപ്പാവുണ്ടാവുക. അപ്പം അത് എങ്ങനെ എങ്ങോട്ട് പോകണം, ഏത് സ്ഥലത്തേക്കുള്ള ഇതിലാന്ന് പോകാൻ പറ്റുക, സ്ലിപ്പറി ഐസ് ആണോ എന്നൊക്കെ നോക്കിയിട്ട് വേണം ഒരു സ്റ്റെപ്പ് അങ്ങോട്ട് എടുത്ത് മാറി നിൽക്കാൻ തന്നെ. അങ്ങനെ അവർ ഇങ്ങനെ വലിച്ചു കൊണ്ടുവരുമ്പോൾ അവർക്ക് അത് പെട്ടെന്ന് അതിൻ്റെ ഡയറക്ഷൻ മാറ്റാൻ പറ്റില്ല. കാരണം ആ ഒരു ഫോഴ്സിൽ അതങ്ങ് പോവാണ്, അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർക്ക് തന്നെ ഗ്രിപ്പ് കിട്ടുന്നില്ല. കണ്ടില്ലേ വഴുതി വീണത്. അപ്പോൾ ഭയങ്കര ഡേഞ്ചറസ് ആണ്. ഞാൻ നിന്നെടുത്ത് തന്നെ നിന്നുപോയി, അവർ സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ പറ്റാണ്ട്. ഇവിടെ നിന്ന് നമ്മൾ കുറച്ച് നേരം റോഡിൻ്റെ മുകളിൽ കയറി നടക്കുകയാണ് വേണ്ടത്. അപ്പോൾ അവിടെ നിന്ന് കാണുന്ന ഒരു വ്യൂ ആണ്. എന്ത് പല തരത്തിലുള്ള ഐസ് ഫോർമേഷനാണ്. ചിലത് നല്ല ഉപ്പിൻ്റെ പോലത്തെ വെള്ള നിറം കാണും, ചിലത് ഇങ്ങനെ ഓരോ ഷേപ്പിൽ വലിയ വലിയ ഷീറ്റ്സ് പോലെ, മാർബിൾ ഇതുപോലെ അങ്ങനെയൊക്കെ കാണും. അതിൻ്റെ ഇടയിൽ ഒരു കുഞ്ഞു പാച്ച് ഓഫ് വെള്ളം കാണാം. ഇങ്ങനെ കാറ്റും അതൊക്കെ വന്ന് അതിൻ്റെ ആ ഒരു ഷേപ്പിൽ പല ഡിസൈനിലും ഐസായി വെച്ചിരിക്കുന്നത് കാണാം. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര രസമാണ്. അപ്പം ഇതിപ്പോൾ മുകളിൽ നിന്ന് കാണുന്ന കാരണമാണ് ഇങ്ങനെ ഒരു വ്യൂ കിട്ടുന്നത്. നമ്മൾ നാളെ നിന്ന് നടന്നുകൊണ്ടിരിക്കുമ്പോൾ കാണുന്നൊരു വ്യൂവും നമ്മൾ മുകളിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നൊരു വ്യൂവും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ടാവും. ഭയങ്കര രസമാണ് ഇത് കാണാൻ. ഞങ്ങൾ തിരിച്ച് നമ്മുടെ ക്യാമ്പ് സൈറ്റിലെത്തി. അടുത്ത ടെൻറ്റ് ഉണ്ടാക്കേണ്ട പരിപാടിയാണ്. നമുക്ക് ടെൻറ്റ് ഉണ്ടാക്കാൻ സഹായിച്ചാലോ? അതും ഒക്കെ പഠിക്കണ്ടേ നമ്മൾ ട്രെക്കിങ്ങിന് പോകുമ്പോൾ. Deck the halls with boughs of holly, fa la 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 la. 'Tis the season to be jolly, fa la 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 la. Don we now our gay apparel, fa la 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 la. Troll the ancient Yuletide carol, fa la 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 la. While I tell of Yuletide treasure, fa la 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 la. Fa la 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 la. ഒരാൾ പോയി നല്ല തണുത്ത വെള്ളത്തിൽ കാലൊക്കെ കുത്തി കഴുകി വൃത്തിയാക്കി. ഫ്രീസിങ് കോൾഡ് വെള്ളത്തിനകത്ത് കാലൊക്കെ കഴുകി ശരിയാക്കി.
അപ്പം ഞങ്ങൾ ആ കൊച്ചു ടെൻ്റ് അടുക്കളയിനകത്ത് എല്ലാവരും കൂടെ ചുറ്റും വട്ടം കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അതിനകത്ത് ഭക്ഷണം ഉണ്ടാക്കേണ്ട കുറച്ചൊരു സ്ഥലം മാത്രമേ ഉള്ളൂ. അവർ 5 പേര് ഓൾറെഡി ഉണ്ട്, ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്, 2 ഗ്യാസ് സ്റ്റൗ ഉണ്ട്, 2 മറ്റേ ചെമിനി സ്റ്റൗ കത്തുന്നുണ്ട്, അതൊക്കെ ഉണ്ട്. അതിൻ്റെ ഒരു കോണയിൽ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നു. കാരണം പുറത്തിരിക്കാൻ വയ്യ, ഭയങ്കര തണുപ്പാണ്. അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ കണ്ട വ്യൂ ആണിത്. അന്ന് ഫുൾ മൂൺ ആയിരുന്നു, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആയിരുന്നു. പക്ഷെ പുറത്ത് നിൽക്കാനുള്ള ഒരു തണുപ്പ് പേടിച്ചിട്ട് വേഗം ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഉള്ളിൽ കയറിയാലും എത്രയും പെട്ടെന്ന് ഒന്ന് ആ സ്ലീപ്പിംഗ് ബാഗിൻ്റെ ഉള്ളിൽ എങ്ങനെ കയറാം എന്നുള്ളതാണ് നമ്മൾ നോക്കുക. അപ്പോൾ കയറിയിട്ടൊന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റി. ഇരുട്ടാണ്, പിന്നെ ഒന്നും ഓപ്പറേറ്റ് ചെയ്യാനും പറ്റുന്നില്ല, കാരണം ഇത്ര കാണാതെ ഡേ 3 അവസാനിക്കുമ്പോൾ ഈ അവസ്ഥയിലാണുള്ളത്. ബാക്കി കാര്യങ്ങൾ നാളെ രാവിലെ പറയാം. ട്രക്കിൻ്റെ ഡേ 3 അവസാനിച്ചു. സ്ലീപ്പിംഗ് ബാഗിൻ്റെ ഉള്ളിലാണുള്ളത്. നാളെയും കൂടെ ആയാൽ ഞങ്ങൾ തിരിച്ച് ലേയിലെത്തും. ഡേ 3 പാക്കിംഗ്. സ്ലീപ്പിംഗ് ബാഗിനെ സെറ്റപ്പ് ചെയ്ത് റെഡിയായി കിടന്നുറങ്ങേണ്ട അവസ്ഥയിലാണുള്ളത്. Day 3 ends here. One more day and chadar done. The amazing chadar. ടെൻറ്റിൻ്റെ ഉള്ളിലുള്ള അവസ്ഥ. സ്ലീപ്പിംഗ് ബാഗ്